തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ ബാബു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് കെ ബാബു പ്രഖ്യാപിച്ചു. മത്സരിക്കാനില്ല എന്ന് കെ ബാബു കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, എനിക്ക് താല്പര്യമില്ല, എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മത്സരത്തിനില്ലെങ്കിലും പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുമെന്ന് കെ ബാബു 24-നോട് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ വിവരങ്ങൾ നൽകും. മുൻ മന്ത്രിയും തൃപ്പൂണിത്തുറ MLA-യുമായ കെ ബാബു തീരെ കേരളത്തിന് പരിചയമില്ലാത്തൊരു പ്രഖ്യാപനം ഇന്ന് നടത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ പുതിയ തലമുറ രാഷ്ട്രീയത്തിലും ഒരു വിരമിക്കൽ പ്രായം വേണം എന്നാവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് അങ്ങ് സ്വയമേ ഇത്തരമൊരു തീരുമാനമെടുത്ത് പോകുന്നത്. ഇത് മറ്റു പലർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണെന്ന് തോന്നിയിട്ടില്ല. അല്ല, വിരമിക്കൽ പ്രായം വേണം എന്ന് പറഞ്ഞതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. വിരമിക്കണ്ട അല്ല, ഞാൻ പറഞ്ഞ കേരളത്തിൽ VS എത്രാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയായത്, അല്ലെങ്കിൽ മൊറാർജി ദേശായി എത്രാമത്തെ വയസ്സിലാണ് പ്രധാനമന്ത്രിയായത്, അതൊന്നുമില്ല. അത് ഓരോ സാഹചര്യങ്ങളാണ്. കെ ബാബുവിന്റെ വിരമിക്കലിന് പിന്നിൽ എന്താ കാരണം? ഈ രാഷ്ട്രീയം എനിക്ക് മത്സരിക്കാനുള്ള വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളതുകൊണ്ട് മാത്രമാണ്, അല്ല വേറെ ഒന്നുമല്ല. പാർട്ടിക്കകത്തുനിന്ന് എല്ലാവരുടെയും എല്ലാ നേതാക്കന്മാരുടെയും പിന്തുണയുണ്ട്, പ്രവർത്തകരുടെ പിന്തുണയുണ്ട്, മറ്റ് ജനവിഭാഗങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട്. ഞാൻ മത്സരിക്കണമെന്ന് എല്ലാവരും എന്നോട് കാണുമ്പോഴൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ കാരണങ്ങളാണ് ഞാൻ മത്സരിക്കേണ്ടത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു പ്രവർത്തകൻ എന്ന നിലയിലും പൂർണ്ണമായൊരു തൃപ്തിയോട് കൂടിയാണോ? എനിക്ക് പൂർണ്ണമായ തൃപ്തിയുണ്ട്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ തൃപ്പൂണിത്തുറയിലേക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു. മന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിന് വേണ്ടിയും കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉമ്മൻചാണ്ടിയോടൊപ്പം കൈകോർത്ത് പിടിച്ചു തോള് ചേർന്ന് നിന്നുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും കെ ബാബു തൃപ്പൂണിത്തുറയിൽ നിന്ന് ഒരു അംഗത്തിന് കൂടി ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സമയത്ത് വലിയൊരു ചോദ്യം കൂടി കോൺഗ്രസിന് മുന്നിലേക്ക് വരുന്നുണ്ട്. ഇനി ആരാകും തൃപ്പൂണിത്തുറയിലെ അടുത്ത ആള് എന്നുള്ളത്? ആ ചോദ്യത്തിനുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ലാൽകൃഷ്ണൻ, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.